രാമനിലേക്കുള്ള യാത്ര ബ്രഹ്മാവ് നാരദനോട് പറയുന്ന ഭാഗമാണ് നാം കണ്ടത്. ആ ശ്രീരാമ തത്വത്തെ കരതലാമലകം പോലെ ജനങ്ങളെ ധരിപ്പിക്കുവാൻ സമർത്ഥമായിരിക്കുന്ന അധ്യാത്മരാമായണം ഏത് കാലം വരെ ലോകത്തിൽ പ്രത്യക്ഷമാകാതിരിക്കുന്നുവോ അക്കാലം വരെ മാത്രം ബ്രഹ്മഹത്യാദി പാപം ലോകത്തിൽ വർദ്ധിക്കും. കലിയുടെ ഉത്സാഹം ഉണ്ടാവും. എല്ലാ ശാസ്ത്രങ്ങളും അതിന്റെ മഹിമയെക്കുറിച്ച് അന്യോന്യം വാദിക്കും. രാമചരിതം മഹാന്മാർക്കു പോലും അറിയാൻ പ്രയാസമായിരിക്കും. അധ്യാത്മരാമായണം ലോകത്തിൽ ആവിർഭവിക്കുന്നതോടെ മേൽപ്പറഞ്ഞ എല്ലാ ദുഷ്ടതകളും അസ്തമിക്കും. അതിലൊന്നുപോലും നിലനിൽക്കില്ല. ഇതാണ് ബ്രഹ്മനാരദ സംവാദ രൂപമായതിന്റെ പൊരുൾ. അല്ലയോ നാരദ, അധ്യാത്മരാമായണത്തെ ശ്രദ്ധാഭക്തിയോടുകൂടി കേൾക്കുക, അർത്ഥമാലോചിക്കുക എന്നിങ്ങനെ മനസ്സിനെ സമർത്ഥിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സദ്ഫലം മുഴുവൻ പറയാൻ ഞാനും യോഗ്യനല്ല. ബ്രഹ്മാവിന്റെ വചനങ്ങളാണ്. എങ്കിലും അതിന്റെ സംക്ഷിപ്ത രൂപത്തെ നിന്നോട് ഞാൻ പറയാം. ഇത് പണ്ട് പരമശിവൻ എനിക്കുപദേശിച്ചു തന്നതാണ്. പാർവതിക്ക് ഉപദേശിക്കുന്നത് അത് കഴിഞ്ഞ് എനിക്കുപദേശിച്ചു തന്നതാണ്. അധ്യാത്മരാമായണത്തിന്റെ ഒരു ശ്ലോകം, ഈ മാഹാത്മ്യമാണ് ശിവൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചത്. അധ്യാത്മരാമായണത്തിന്റെ ഒരു ശ്ലോകം അഥവാ ശ്ലോകാർത്ഥം ഏതൊരുവൻ ഭക്തിപൂർവം പഠിക്കുന്നു, സ്മരിക്കുന്നു, തൽക്ഷണം അവൻ പാപമുക്തനാകുന്നു. ഇതാണ് ശിവൻ പറഞ്ഞു കൊടുത്തത്. ഏതൊരു പുരുഷൻ അന്യചിന്ത കൂടാതെ എല്ലാ ദിവസവും ശക്തി അനുസരിച്ച് ഭക്തിപൂർവം അധ്യാത്മരാമായണത്തെ കീർത്തനം ചെയ്യുന്നു, അവൻ ജീവൻ മുക്തനായിത്തീരുന്നു. ഏതൊരുത്തൻ എല്ലാ ദിവസവും മുടങ്ങാതെ അധ്യാത്മരാമായണ ഗ്രന്ഥത്തെ ഭക്തിപൂർവം പൂജിക്കുന്നു, ഉൾക്കൊള്ളുന്നു, അവൻ പ്രസന്നനായ നിലയിലെത്തി അശ്വമേധയാഗത്തെ പ്രദാനം ചെയ്യുന്നതിന് തുല്യനാകുന്നു. പുരാണ ശ്രവണം വിധിയില്ലാതെ രാമായണ പാരായണ അവസരത്തിൽ ഒരാൾ പ്രവേശിച്ച് കേട്ടാൽ പോലും അയാൾ പാപമുക്തനാകും. കാരണം കുറച്ചയാൾ ഉൾക്കൊള്ളാതിരിക്കില്ല എന്ന്. അധ്യാത്മരാമായണ ഗ്രന്ഥത്തെ ഏതു വിധത്തിൽ പഠിച്ചാലും ഭാവനയാണ് പ്രധാനം. അതുകൊണ്ട് അതിനെ പൂജിച്ചാലും പാപമുക്തി ഉണ്ടാകും. കാരണം അറിയാൻ ശ്രമിക്കുന്നത് യുക്തി കൊണ്ടാണ്, പൂജിക്കുന്നത് ഭാവന കൊണ്ടാണ്. ഭാവനയ്ക്ക് യുക്തിയേക്കാൾ അനുഭവപ്രധാനം കൂടും. ഇതാണ് പ്രാചീന രീതി. അതാണ് ഞാൻ പാരമ്പര്യ പഠനവും ആധുനിക പഠനവും തമ്മിൽ അന്തരമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങളെത്തി, ഇവിടെ നിങ്ങൾ എത്തുമ്പോൾ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഇവിടെ ചെലവഴിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന സാധനത്തിന് ആനന്ദമെന്ന് പേര് പറയും. ഇവിടെ വന്നൊരു കടയിട്ട് നിങ്ങളിരുന്നാൽ ഈ ആനന്ദം കിട്ടില്ല. മനസ്സിലായില്ല? പിന്നെ നിങ്ങൾ എന്നും ഈ മലയൊക്കെ കാണുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ഈ മലയൊന്നും ഒരു ഭാവനയും തരില്ല. അപ്പൊ ഭാവനയാണ് മലയെ അറിയലല്ല പ്രധാനം. ഇതിലെത്ര കല്ലുണ്ട്, ആ മലയിൽ എത്ര ആട് മേയുന്നുണ്ട്, ഇതൊക്കെ ഒരു PhDക്ക് ചിലപ്പോൾ കൊള്ളാം. അതിൽ നിന്ന് നിങ്ങളൊരു CEO ആയേക്കാം.
പക്ഷെ ആനന്ദമുണ്ടാവില്ല. ഇതൊക്കെ എത്ര കണ്ട് നിങ്ങൾക്ക് പാരമ്പര്യ പഠനത്തിൽ നിന്ന് ദഹിക്കും എന്നെനിക്കറിയില്ല. കാരണം ഇവിടെ എത്തുമ്പോൾ എങ്ങനെയാണോ ഭാവന അങ്ങനെയാണ് നിങ്ങളുടെ ഉൾപ്പുളകങ്ങൾ ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ലഭിക്കുക സ്വയം ഭാവന വളരുമാറ് ഇതിലൊന്ന് നടന്നു നോക്കിയാൽ, എന്നിട്ട് ആ ഭാവനയോടുകൂടി തിരിച്ചു പോയാൽ ഭാവിതമായ മനസ്സ് തരുന്ന ഒരു ആനന്ദം ഉണ്ടാവും. 10 പേരോട് വർത്തമാനം പറഞ്ഞാൽ കുറച്ചു പേർ നിങ്ങളുടെ ഭാവന വർദ്ധിക്കുമാറ് പറയും, കുറച്ചു പേർ ഇതൊന്നും ഇല്ലെന്ന് പറയും. ഭാവനയാണ് ഏറ്റവും വലുത്. ഗ്രന്ഥഭക്തിയ അധ്യാത്മരാമായണത്തെ പൂജിച്ചാലും ആനന്ദം കിട്ടും എന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. അധ്യാത്മരാമായണം മുഴുവൻ എഴുതിയ ഗ്രന്ഥത്തെ രാമഭക്തർക്ക് ദാനം ചെയ്താലും പുണ്യം ലഭിക്കുമെന്ന് ബ്രഹ്മദേവൻ ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നു. അവിടെയൊക്കെ ഓർക്കേണ്ടത് ഭാവനയ്ക്കാണ്. എന്നാൽ ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഞാനൊരു വലിയ അറിവാണ് എടുക്കുന്നത് എന്ന് തോന്നുന്ന ഒരു ഭാവനയുണ്ട്. മറിച്ചത് പേപ്പറാണ്, ഇതിൽ എഴുതിയിരിക്കുന്നത് അക്ഷരങ്ങളാണ്, ഇതിന് വലിയ കാര്യമൊന്നുമില്ല എന്ന് ആദ്യം തോന്നിക്കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നത് വായിക്കുമ്പോഴും ഈ തോന്നലേ ഉണ്ടാവും. ഇതാണ് പ്രാചീനരും ആധുനികരും തമ്മിലുള്ള പ്രകടമായ അന്തരം. കാരണം അവര് ഗ്രന്ഥത്തെയൊക്കെ ഭക്തിയോടുകൂടി സമീപിച്ചതാണ്. അംഗങ്ങളോടുകൂടിയ 4 വേദങ്ങളെ പഠിക്കുകയും ശാസ്ത്രങ്ങളുടെ അർത്ഥത്തെ നന്നായി വിവരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ലോകത്തിൽ യാതൊരു ഫലം ലഭിക്കുവാൻ പ്രയാസമോ ആ മഹത് ഫലം ഈ ദാനം കൊണ്ട് ലഭിക്കുമെന്നും ബ്രഹ്മദേവൻ അരുളി ചെയ്യും. ഏകാദശി ദിവസം ആഹാരം ഉപേക്ഷിച്ച് വ്രതദീക്ഷിതനായി ശ്രീരാമനിൽ പരമപ്രേമപൂർവം ഏതൊരുത്തമ മനുഷ്യൻ രാമഭക്തജനസഭയിൽ അധ്യാത്മരാമായണ അർത്ഥത്തെ വ്യാഖ്യാനിച്ച് ജനങ്ങളെ ധരിപ്പിക്കുമോ അവന് ഗായത്രി പുരസ്ചരണത്തിന്റെ ഫലം തന്നെ ലഭിക്കും. ശ്രീരാമനവമി ദിവസം ഉപവാസത്തോടെ ഉറക്കമൊഴിച്ച് അന്യചിന്തയില്ലാതെ അധ്യാത്മരാമായണം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ കുരുക്ഷേത്രം ഉൾപ്പെടെ സകല പുണ്യതീർത്ഥങ്ങളിൽ വെച്ച് സൂര്യഗ്രഹണ പുണ്യകാലത്തിൽ ജലത്തിൽ നിന്ന് തന്റെ തൂക്കത്തോളം ധനം വ്യാസാദി മഹാജനങ്ങൾക്ക് ദാനം ചെയ്യുന്ന ഫലം നാരദരെ ലഭിക്കുന്നു. ഇങ്ങനെ പോകുന്നത് പറഞ്ഞാൽ ഇത് വളരെ വിസ്തൃതമാണ്. അതുകൊണ്ട് നമുക്കത് വിടാം. പുണ്യമുണ്ട് എന്ന് മാത്രം അങ്ങ് ധരിച്ചാൽ മതി. കൂടുതൽ ധരിക്കും തോറും ഇതാവും. ഇനി രാമായണത്തിലെ 2 ഭാഗങ്ങളും ബ്രഹ്മദേവൻ ചൂണ്ടിക്കാണിക്കുന്നു പ്രധാനമായി. ഒന്ന് രാമഹൃദയം, 2 രാമഗീത. ശ്രീരാമഹൃദയത്തെ ഏതൊരുത്തൻ ദീക്ഷാപൂർവം പുരസ്ചരണം ചെയ്യുന്നുവോ ജപിക്കുന്നുവോ അവന്റെ സങ്കല്പങ്ങളിലെ സമസ്ത കാര്യങ്ങളും നടക്കുന്നു. തുളസി, ആൽ, ആഞ്ജനേയ വിഗ്രഹം ഇവയുടെ സമീപത്തിരുന്ന് ജപിച്ചാൽ പൂർണ്ണമെന്നും ബ്രഹ്മദേവൻ പറയുന്നു. ശ്രീരാമഗീത, ശ്രീരാമഹൃദയം ആഞ്ജനേയന് രാമൻ ഉപദേശിക്കുന്നതാണ്. ശ്രീരാമഗീത ലക്ഷ്മണന് രാമൻ ഉപദേശിക്കുന്നതാണ്. ഒന്ന് രാമായണ ആരംഭത്തിലും ഒന്ന് രാമായണ അന്ത്യത്തിലും, 2 എണ്ണമാണ്. രാമഗീത പുരസ്ചരണം ചെയ്താൽ നേരത്തെ പറഞ്ഞതെല്ലാം ലഭിക്കും. പരശുരാമൻ പണ്ട് പാർവതിക്കു പരമേശ്വരൻ
രാമഗീതയെ ഉപദേശിക്കുന്നത് പരമേശ്വര സന്നിധിയിലെത്തിയപ്പോൾ കേൾക്കാനിടയായതിൽ നിന്നാണ് കാർത്തവീര്യാർജുനനോട് ഏറ്റുമുട്ടുമ്പോൾ ജ്ഞാനമുണ്ടായത് എന്നൊക്കെ പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അധ്യാത്മരാമായണ മാഹാത്മ്യം പറഞ്ഞ് ബ്രഹ്മാണ്ഡ പുരാണം ഉത്തരഖണ്ഡം അധ്യാത്മരാമായണ കഥനം എന്ന 61-ാം അധ്യായം ബ്രഹ്മാണ്ഡ പുരാണത്തിലെ അവസാനിക്കുകയാണ്. എൻ്റെ സംക്ഷിപ്ത രൂപം മാത്രമാണ് നമ്മൾ എടുത്തത് ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്. ഇനി രാമായണം ബാലകാണ്ഡം 1-ാം സർഗത്തിലാണ് രാമഹൃദയമണ്ഡം. അതിനു മുമ്പ് ഒരല്പ ഉപോത്ഘാതവും കൂടെ നമുക്ക് ആവശ്യമായി വരും. ഭൂമിയുടെ ഭാരത്തെ നിവാരണം ചെയ്യുന്നതിന് ദേവന്മാരാൽ ഭക്തിപൂർവം പ്രാർത്ഥിക്കപ്പെട്ട യാതൊരുവൻ ജ്ഞാനസ്വരൂപനും നാശരഹിതനുമാണെങ്കിലും മായയെ അംഗീകരിച്ചു മനുഷ്യരൂപിയായിട്ട് ഈ ഭൂതലത്തിൽ സൂര്യവംശത്തിൽ അവതരിച്ചുവോ നിരവശേഷമാകും വണ്ണം ഹനിക്കപ്പെട്ട രാക്ഷസന്മാരോട് കൂടിയവനായിട്ട് പിന്നീട് ലോകങ്ങളെ മുഴുവൻ വിധാനം ചെയ്തുവോ ആ രാമനായിക്കൊണ്ട് പാപങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന സ്ഥിരയായ കീർത്തിയെ ജനിപ്പിച്ചിട്ട് ആദ്യമായ ബ്രഹ്മഭാവത്തെ പ്രാപിക്കുകയും ചെയ്തുവോ ആ രാമനായിട്ട് മായക്കതീതനായ ജാനകി ഭർത്താവായ ആ രാമനെ ഭജിച്ചുകൊണ്ടാണ് അധ്യാത്മരാമായണം ഋഷി ആരംഭിക്കുന്നത്. ആരംഭിച്ച് വിശ്വത്തിന്റെ ഉത്ഭവം, സ്ഥിതി മുതലായവയ്ക്ക് കാരണമായും മായയ്ക്ക് ആശ്രയമായും മായയെ അതിക്രമിച്ചവനായും അവിടെയെല്ലാം ചിന്ത വരുന്നത് 1 മായ, 2 മായയ്ക്ക് അധീനൻ, മായയ്ക്ക് ആശ്രയം, മായയ്ക്ക് അതീതൻ. ഇതാണ് രാമായണത്തിന്റെ കഥയുടെ തുടക്കം. 1 യ മാ സ മായ, യഹ മാ സ മായ. യാതൊന്ന്, യഹ യാതൊന്ന്, മാ ഇല്ലാത്തത്, അത് മായ. വളരെ ലളിതമായ നിർവചനം അതാണ്. വ്യവഹാരതലത്തിലുള്ളതായും പരമാർത്ഥതലത്തിൽ ഇല്ലാത്തതായും യാതൊന്നിനെ അറിയുന്നുവോ അത് മായ. മായയെ അവലംബിച്ചു മാത്രമാണ് ജഗത്ത്, ജീവൻ, ഈശ്വരൻ, ബ്രഹ്മം. ഏകവും അദ്വയവുമായി യാതൊന്നുണ്ടോ അത് സർവജ്ഞ, സർവസാക്ഷി, നിർവിശേഷ, നിരുപാധിക, നിത്യ, നിർമ്മല ബ്രഹ്മം. നിർവചനം തന്നെ അതാണ്. അതില് മായാവൃതമായി ത്രസിക്കുമ്പോൾ ഗുണങ്ങളുടെ സന്നിവേശമനുസരിച്ച് സത്വ, രജ, തമ ഭാവങ്ങളിൽ ബ്രഹ്മാണ്ഡാധിഷ്ഠിതമായി ഈശ്വരൻ, പിണ്ഡാണ്ഡാധിഷ്ഠിതമായി ജീവൻ. വിഷയമായി ജഗത്ത്, ജീവേശ്വര ജഗത്തുക്കൾ. ആ ജീവേശ്വര ജഗത്തുക്കളെ കുറിച്ച് വിശ്വത്തിന്റെ ഉത്ഭവം,
സ്ഥിതി ലയം. ഇതിന് കാരണമായിരിക്കുമ്പോൾ ഈശ്വരൻ, ബ്രഹ്മമല്ല. കാരണം അത് സ്വാഭാവികമാണ്, നിരുപാധികമല്ല. ആ ഈശ്വരനെ അതുപോലെ മായയെ അതിക്രമിക്കുമ്പോൾ അറിവല്ലെങ്കിൽ ബ്രഹ്മം, മായ അധീനനായിരിക്കുമ്പോൾ ജീവൻ. ജീവൻ, ഈശ്വരൻ, ജഗത്ത്. ആനന്ദഘനവും ശുദ്ധവുമായിരിക്കുന്ന ആ ബ്രഹ്മം അത് സ്വരൂപമായും അറിയപ്പെട്ട പരമാർത്ഥത്തോടുകൂടിയും ഇരിക്കുന്ന ആ രാമനെ ഞാൻ നമസ്കരിക്കുന്നു. ഇതാണ് രണ്ടാമത് ഋഷി പറയുന്നത്. അന്യവിഷയത്തിൽ ചലിക്കാത്ത മനസ്സോടുകൂടിയവരായിട്ട് ദിനം തോറും ഏതൊരുത്തൻ സർവപുരാണങ്ങൾക്കും സമ്മതവും ശുഭഫലത്തെ നൽകുന്നതും അധ്യാത്മമെന്ന് പറയപ്പെടുന്നതുമായ ഈ അധ്യാത്മരാമായണത്തെ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നുവോ അവർ പാപനിർമുക്തരായിട്ട് രാമനെ, ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് ഗ്രന്ഥപ്രയോജനം. അധികാരി, വിഷയം, പ്രയോജനം, സംബന്ധം ഇവയെ സംബന്ധിച്ചുള്ളതും ആരംഭത്തിൽ കഴിഞ്ഞു. ആ അധ്യാത്മരാമായണത്തെ, അധ്യാത്മരാമായണമേവ നിത്യം പടേത്യതിച്ഛേത് ഭവബന്ധമുക്തി ഗവാം സഹസ്രായുധ കോടിദാനൽ ഫലം ലഭ്യേത്യ ശൃണുയാൽ സനിത്യം എന്ന് രാമായണം പറയും. സംസാരബന്ധത്തിൽ നിന്ന് മോചനത്തെ ഇച്ഛിക്കുന്നുവെങ്കിൽ അധ്യാത്മരാമായണത്തെ ദിവസം തോറും പഠിക്കുക, നിത്യവും പഠിക്കുക. അവൻ 10,000 കോടി പശുക്കളെ അന്ന് ദാനത്തിന് പശുവായിടുക, അതിലധികം ലഭിക്കുമെന്നാണ്. ഇത്രയും കഴിഞ്ഞിട്ടാണ് രാമായണം ആരംഭിക്കുന്നത്. ഇത്രയൊക്കെ നിങ്ങളുടെ കയ്യിലെ ശ്ലോകത്തിലുണ്ട്, ശ്ലോകത്തിലുള്ളതൊക്കെ തന്നെയാണ് പറഞ്ഞത്. 5-ാം ശ്ലോകത്തോടെയാണ് രാമായണം ആരംഭിക്കുന്നത്. ആദ്യത്തെ 4 ശ്ലോകങ്ങൾ ഈ വിഷയവർണ്ണനമാണ്. 5-ലാണ് രാമായണം ആരംഭിക്കുന്നത്. നാടകീയമായ ഒരു മുഹൂർത്തത്തെ സൃഷ്ടിച്ചാണ്. നല്ല ഫ്ലാഷ് ബാക്ക്. രാമഹൃദയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഉത്തമമായൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. വളരെ ഭംഗിയായിട്ട് അതോടെയാണ് തുടങ്ങുന്നത്. അതിൽ 5-ല് ആ ഫ്ലാഷ് ബാക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് അതെവിടുന്നാ ഉത്ഭവിക്കുന്നത്? രാമായണം പുരാരി ഗിരിസംഭൂത ശ്രീരാമർണവ സംഗത അധ്യാത്മരാമഗംഗേയം പുനാതി ഭുവനത്രയം. അവിടെ മുതൽ നോക്കിയാൽ കണ്ടു. പുരാരി ഗിരിസംഭൂത, പുരത്രയങ്ങളെ നിഗ്രഹിച്ചവൻ പുരാരി. ഏതാ പുരത്രയം? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. 3 പുരങ്ങളാണ്. ഒന്ന് സ്വർണം കൊണ്ടും, ഒന്ന് വെള്ളി കൊണ്ടും, ഒന്ന് ഇരുമ്പ് കൊണ്ടും. സ്വർണമയമായ കാരണശരീരവും സുഷുപ്തി. ജാഗ്രതും സ്വപ്നവും ഒക്കെ അതിലേക്ക് എത്താനാ. ഈ ഇരുമ്പെല്ലാം, ഈ വെള്ളിയെല്ലാം സ്വർണമയമാക്കി എടുക്കാനാണ് ഈ ഓട്ടം മുഴുവൻ. ആകെ മനുഷ്യൻ ശ്രമിക്കുന്നത് നിത്യപ്രളയമെന്ന നല്ലൊരുറക്കത്തിനും നിതാന്തപ്രളയമെന്ന നല്ലൊരു മൃത്യുവിനും വേണ്ടി മാത്രമായി പണിയെല്ലാം. പഠിക്കുന്നതും സമ്പാദിക്കുന്നതും ഉണ്ണുന്നതും എല്ലാം നന്നായി ഒന്ന് ഉറങ്ങാൻ മാത്രമാണ്. ആകെ
എല്ലാം ചെലവാക്കിയതിന്റെ മിച്ചം ഒരുറക്കം മാത്രം, നിത്യമുള്ള ഉറക്കം. അത് കിട്ടാതെ വന്നാൽ ഇതുവരെ സമ്പാദിച്ചത് മുഴുവൻ ചെലവഴിക്കും. എത്ര ചെലവഴിച്ചാലും മടുപ്പില്ലാത്തത് ഉറങ്ങാൻ വേണ്ടി ചെലവഴിക്കുമ്പോഴാണ്. ഉറങ്ങിയിട്ട് കുറച്ച് നാളായി, നന്നായൊന്ന് ഉറങ്ങണം. അതിനാ വീട് പണിയുന്നത്. ഉറങ്ങാനാണ് വീട് പണിയുന്നത്. അതാണ് അവസാനം ഉറക്കം ഇല്ലാതായത്. ഉറങ്ങാനാണ് വിവാഹം കഴിക്കുന്നത്. അതാണ് ഉറക്കം ഇല്ലാതായത്. ബാല്യത്തിൽ നന്നായി ഉറങ്ങിയതാണ്. ആ ഉറക്കം ശരിയല്ല എന്ന് തോന്നിയിട്ടാണ് പഠിച്ചത്. നന്നായി ഒന്ന് ഉറങ്ങാനാണ് ഈ പഠിത്തം മുഴുവൻ. ഇതെല്ലാം കഴിഞ്ഞൊന്ന് നന്നായി ഉറങ്ങണം. നന്നായി ഉറങ്ങാൻ അറിവ് വേണം. അതിനാ ഈ പഠിച്ചു വെച്ചത്. സാധാരണ ഉറക്കമൊന്നും നല്ല ഉറക്കമല്ല. ഗോപാലനും കൃഷ്ണനും ശങ്കരനും ഒക്കെ കടത്തിന്മേ കിടന്നുറങ്ങുന്നു. ആ ഉറക്കത്തിന് ഒരു സുഖവുമില്ല. നന്നായി ഉറങ്ങണം. നന്നായി ഉറങ്ങാൻ ഒരു വീട് വേണം. വീട് സൂക്ഷിക്കാൻ ഒരു കുടുംബിനി വേണം. ശരിയല്ല? ശരിയല്ല? അതിനൊക്കെയല്ലേ ഈ ദുഃഖങ്ങൾ സമ്പാദിച്ചത്? എല്ലാം തോന്നി. അല്ലെന്ന് അഭിപ്രായമുള്ളവർ കുറച്ചുപേരെങ്കിലും ഉണ്ടോ? നിങ്ങളിൽ ചിലരെങ്കിലും പറയും ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സ്വാമി, അതിനാണ് വിവാഹം കഴിച്ചത്. അതിന് വിവാഹം കഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഇൻസ്റ്റിങ്ക്റ്റ് വരുമ്പോ അവള് ദുബൈയിലോ അവൻ ദുബായിലോ, പിന്നെ അയൽവക്കത്ത് പോകേണ്ടി വരും. മനസ്സിലായില്ല? ഇപ്പൊ നിങ്ങള് തിരുനെല്ലി അമ്പലത്തിന്റെ അടുക്ക വന്നിരിക്കുമ്പോ ഇപ്പൊ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായാൽ ഭർത്താവോ ഭാര്യയോ എവിടെയാ? അല്ലെങ്കിൽ എപ്പോഴും ഇതിനെ തോളെ കൊണ്ടു കിടക്കണം. ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാകുമ്പോഴൊക്കെ അപ്പം നാട്ടുകാരും കാണും, ചിലപ്പോൾ തല്ലു വാങ്ങിക്കും. മനസ്സിലായില്ല? പ്ലെയിനേൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായത് നിങ്ങൾക്ക് മനസ്സിലായില്ല? അപ്പൊ ഇൻസ്റ്റിങ്ക്റ്റ് വരുമ്പോ ഗതികേടാണ്. അപ്പൊ ഈ പഠിപ്പിച്ച് ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്, അതിനുവേണ്ടി വിവാഹം കഴിച്ചിട്ട് ഒരു കാര്യമില്ല. വിവാഹം കഴിക്കാതിരുന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് വിവാഹമോ കുടുംബജീവിതമോ ഒന്നും അല്പം ചിന്തിച്ചാൽ, ഒരു 3ാം ക്ലാസ്സുകാരന്റെ വിവരത്തിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ബോധ്യാവും ശാസ്ത്രം പഠിപ്പിക്കുന്നത് അപ്പാടെ അബദ്ധമാണ്. ഒരു ശാസ്ത്രജ്ഞനും ഈ ഇൻസ്റ്റിങ്ക്റ്റ് നിയതവും നിയമപൂർവകവുമായ കുടുംബജീവിതത്തിൽ ലഭിക്കില്ല. അത് മൃഗങ്ങൾക്ക് ലഭിക്കും. കാരണം അത് അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. മനസ്സിലായില്ല? മനുഷ്യന്റെ അല്ല. ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്. മനനം ചെയ്യുന്ന മനുഷ്യൻ അതിനല്ല വിവാഹം കഴിക്കുന്നത്. പിന്നെന്തിനാണ്? ബാല്യം മുതൽ നോക്കിയാൽ മതി. അറിവിന് വേണ്ടിയാണ് അവൻ ഈ പണമൊക്കെ ചെലവ്. അറിവ് എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരെ പോലെ അല്ലാതെ നന്നായി ഒന്നുറങ്ങാൻ. അതാ ലക്ഷ്യം. സ്വർണമയമായ കാരണ ശരീരത്തിൽ ഒന്ന് വിശ്രമിക്കാൻ. മായാമയമായ സ്വർണമെന്ന് പറഞ്ഞാൽ മായ. ഹിരണ്യം മായ. ഹിരണ്യത്തെ ഗർഭീകരിച്ചിരിക്കുന്ന ഹിരണ്യഗർഭന്റെ ലോകങ്ങളിൽ നോക്കിയാൽ കാണാം. ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ഉണർന്നു വരുന്നതിന് മുമ്പ് 2 സമയം ഏതെങ്കിലും ഒന്ന് സങ്കൽപ്പിക്കുക. വീട്, ഭാര്യ, പൗരജനങ്ങൾ, പഠിപ്പ്, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം, വാനപ്രസ്ഥം, ഇങ്ങനെയുള്ള ആശ്രമധർമ്മങ്ങൾ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ,
തുടങ്ങിയ വർണ്ണധർമ്മങ്ങൾ, പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ പത്രാസ് എല്ലാം എണ്ണമറ്റതുണ്ട്. മറ്റതൊക്കെ 3 or 4 ഒക്കെ ആയിട്ട് പറയാം. ഇതങ്ങനെയൊന്നും അല്ലാത്തതാ, വളരെ വലുതാണ്. ഇതൊക്കെ മെല്ലെ അസ്തമിക്കാൻ തുടങ്ങുന്ന, ആദ്യം ഇമമെല്ലാം ഇങ്ങനെ അടയാൻ തുടങ്ങുന്നു. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടുകളൊക്കെ ബോധ്യമുണ്ടായിരിക്കുകയും എന്നാൽ അവയെ വേർതിരിച്ചറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാമാന്യ അവസ്ഥയിലേക്ക് വഴുതി വീണിട്ട് അതിൽ നിന്ന് 1000 സ്വപ്നങ്ങൾ ജാഗ്രത വെടിയുമ്പോഴുണ്ടാവും. ശരിയല്ല. ഉറക്കത്തിലേക്ക് കയറിക്കഴിഞ്ഞ് അത് കഴിഞ്ഞ് സുഷുപ്തിയിലേക്ക് പ്രവേശിക്കും, ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക്. അത് കഴിഞ്ഞ് വീണ്ടും ഈ സ്വപ്നത്തിലേക്ക് വരും, വീണ്ടും ഒരു സാമാന്യത്തിലേക്ക് വരും. കിടന്നുറങ്ങിയവൻ ആ ഉറക്കം മെല്ലെ വെടിഞ്ഞ് അവൻ മെല്ലെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് അറിയാറായി. ഞാൻ എവിടെയാ കിടന്നത് എന്ന് ചുറ്റുപാടുകളെ നോക്കി മെല്ലെ ഉണർന്നു വരുന്ന ഒരവസ്ഥ കണ്ടിട്ടില്ല? ആവൂന്നൊക്കെ വെച്ച് പതുക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ഈത്തയൊക്കെ തുടച്ച് കളഞ്ഞ് ചുറ്റുമൊക്കെ നോക്കി. ശരിയല്ല. അപ്പൊ ശരിക്കറിയില്ല അടുത്ത് നിൽക്കുന്ന ആരാണെന്നൊക്കെ. വിളിച്ചതാരാണെന്നൊന്നും അറിയില്ല. ഭാര്യയാവാൻ വിളിച്ചത് ഭർത്താവാകാം. ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ആ ഉറക്കത്തിനാണോ, ഭാര്യയ്ക്കാണോ, സ്വത്തിനാണോ, ഏതിനാണ് ആ വിശേഷം വിട്ട് സാമാന്യത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ ആളുകൾ വന്ന് വിളിച്ചാൽ നിങ്ങൾ പ്രാധാന്യം നൽകുക? അത് മനസ്സിലായില്ല. വിശേഷം വിട്ടു സാമാന്യത്തിലേക്ക്, വിശേഷം വിട്ടിട്ടില്ലെങ്കിൽ ചാടി എഴുന്നേക്കും. ശരിയല്ല. വിശേഷം വിട്ട് സാമാന്യത്തിലേക്ക് പോയാൽ ഭാര്യ, ഭർത്താവ്, പാൽപ്പായസം, നല്ല പരിപ്പുവട, ഇതിനൊക്കെ പ്രാധാന്യം പിന്നെ ഉണ്ടോ? ചോദ്യം മനസ്സിലായില്ല. ഉണ്ട്? ഇല്ല. പിന്നെ ഉറക്കമാണ്. ഉറക്കത്തിൽ ഭാര്യയുണ്ടോ? ഭർത്താവുണ്ടോ? മക്കളുണ്ടോ? നിങ്ങളുടെ മതപരങ്ങളായ ഈശ്വരന്മാരാരെങ്കിലും ഉണ്ടോ? ആ പുരത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിച്ച, ആ പുരത്തിൽ നിന്ന് നിങ്ങളെ സ്വപ്നപുരത്തിലേക്ക്, രജതസമാനമായ ധവളിമയുള്ള സ്വപ്നപുരത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു അവിടെ നിങ്ങളെ നിർത്തി അനുഭവിപ്പിച്ചിട്ട് ജാഗ്രത്തിന്റെ അയോസമാനങ്ങളായ ലോഹ പട്ടണത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന 3 പുരങ്ങളെയും ഇല്ലാതാക്കുവാനും ഉളവാക്കുവാനും കഴിയുന്ന പുരാരി ബോധം, നിർവികൽപ്പ, നിരാബാധ, നിർവൃത്തി രൂപമായിരിക്കുന്ന ശിവൻ, ആ പുരാരിയിൽ നിന്ന്, ആ പുരാരിയാകുന്ന പർവ്വതത്തിൽ നിന്ന്, കവിഭാവനയുടെ വലിപ്പം നോക്കണം, പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ചത് പുരാരി ഗിരി സംഭൂത ശ്രീരാമർണവ സംഗതാഹ, ശ്രീരാമനാകുന്ന സമുദ്രത്തിൽ ചെന്നു ചേരുന്നതുമായ ഇയം അധ്യാത്മരാമഗംഗ, ഈ അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി ഭുവനത്രയം പുനാദി, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന വ്യക്തിയിലും
ഭുർലോകം, ഭുവർലോകം, സ്വർലോകമെന്ന് ബ്രഹ്മാണ്ടത്തിലും 3 ലോകങ്ങളെയും ശുദ്ധമാക്കുന്നു. ഇതാണ് അധ്യാത്മരാമായണത്തെ കുറിച്ചുള്ള പഴയ സങ്കല്പം. അപ്പൊ നല്ലൊരു ചിത്രമുണ്ട്. ശിവശീർഷത്തിൽ നിന്നാണ് ഗംഗ. അധ്യാത്മരാമായണകാരൻ ഉപന്യസിച്ച ശൈവസങ്കല്പത്തിലെ രാമായണമാകുന്ന ഗംഗയാണോ പിന്നീട് ഭഗീരഥൻ ഉപാസിച്ച് ശിവശീർഷത്തിലേക്ക് ആനയിച്ചത് എന്നൊക്കെ ഭാവനാപൂർവം നിങ്ങൾക്ക് വിശ്രമവേളയിൽ പോയിരുന്ന് ആലോചിക്കാം. കാവ്യദേവത കനകകേയൂരങ്ങളോടുകൂടി സർവാഭരണഭൂഷിതയായെത്തുന്ന ഭാരതീയ ഋഷിമാരുടെ കാവ്യകേളിയിൽ അധ്യാത്മരാമായണ സങ്കല്പത്തെ ഉപന്യസിച്ച ഋഷിസങ്കല്പങ്ങളിൽ നിന്ന് ആയിരിക്കുമോ ശൈവസങ്കല്പത്തിന്റെ മൂർത്തിരൂപം തന്നെ ഉദയം ചെയ്തത് പോലും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. സന്ദർഭത്തിൽ ഞാൻ അല്പം കടത്തി പറഞ്ഞു എന്ന് മാത്രം. കാരണം ഈ ശ്ലോകം രാമായണമാകുന്ന ഗംഗ ശിവശീർഷത്തിൽ നിന്നുദ്ഭവിച്ച് രാമനാകുന്ന സമുദ്രത്തിൽ പതിക്കുക. ഇതൊരു കൽപ്പനയാണ്. നൂറ്റാണ്ടുകൾ ഇങ്ങനൊരു കൽപ്പന കടന്നുപോയാൽ ജനം ആ കൽപ്പന പല തലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ശിവനും ശിവശീർഷവും ശിവശീർഷത്തിന് അലങ്കാരമായൊരു ഗംഗയും ഒക്കെ അവന്റെ സ്വപ്നഭൂമിയിൽ ഉണ്ടാകുമ്പോൾ അതിന് ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ പശ്ചാത്തലം കൂടി ഒരുങ്ങുമ്പോൾ ജനജീവിതത്തിന്റെ നൂറ്റാണ്ടുകളിലെ ഭാവനയായിരിക്കുമോ ശിവശീർഷത്തിൽ നിന്ന് ഗംഗയെ ആനയിച്ചു കൊണ്ടുവന്നത് തന്നെ എന്ന് ചിന്തിക്കാവുന്നതാണ്. ഇന്റർവൽ സമയത്ത് ചെയ്താൽ പോരാ, പോരെ വായിക്കൂരെ കേൾക്കരുതോ? സമയം കളയാതെ ഉച്ച സമയത്ത് നമുക്ക് പുറത്തൂടെ കേൾക്കത്തക്ക വെച്ചാൽ പോരെ. അത് കുഴപ്പമില്ല, സാരമില്ല, ഉച്ച സമയത്ത് വയ്ക്കാം. അങ്ങനെ ആകുമ്പോ അല്ലെങ്കിൽ ആ സമയവും കൂടെ കളയാതിരിക്കാം. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ ശബ്ദം കേൾക്കാമെന്ന് തോന്നുന്നു. സെറ്റ് ചെയ്ത് വെച്ചോളൂ, ശബ്ദം ഉച്ച സമയത്ത് സമയം കിട്ടുമല്ലോ. അപ്പോ നൂറ്റാണ്ടുകൾ ഒരു വ്യക്തിയുടെയും ജനതയുടെയും ഭാവന. കാരണം ഇന്ന് കൈലാസാചലവും ഹിമഗിരിയും ഗംഗയുമെല്ലാം നമുക്ക് കാണുമാറുണ്ട്. വ്യക്തിയുടെ ഭാവനയിൽ നിന്നാണ് വരുംകാല ചരിത്രം എഴുതുന്നതെങ്കിൽ പാരമ്പര്യം നൂറ്റാണ്ടുകളിലൂടെ പ്രകൃതിയിൽ ചേർത്തുവെച്ച ഭാവനയിൽ നിന്ന് അത്യന്താപേക്ഷിതമായ ആഹാരവും വസ്ത്രവും ജലവും ശുദ്ധവായുവും ലഭിച്ചുവെങ്കിൽ ശാസ്ത്രം അതിന്റെ ഭാവനയെ മാറ്റിയപ്പോൾ അതെല്ലാം അസ്തമിക്കുന്ന പ്രകൃതമാണ് നാം കണ്ടുവരുന്നത്. ഭാവനയ്ക്കാണ് പ്രാധാന്യം എന്ന് തീർച്ച. ശരിയല്ല.
നിങ്ങളിന്ന് ജലമൊഴുകുന്ന നദികൾ നിങ്ങളുടെ ഭാവനയിൽ ഇല്ലാതാകുമ്പോൾ അവിടെ മണ്ണ് മൂടുന്നു. നിങ്ങളെപ്പോലെ ശ്വസിക്കുന്ന, നിങ്ങളെപ്പോലെ ജീവിക്കുന്ന 1000 ജീവജാലങ്ങളെ മണ്ണിനടിയിലാക്കിക്കൊണ്ട്. ശരിയല്ല. ഭാവന കൊണ്ടാ മൂടുന്നത്. ഇന്നലെ ഭാവിച്ചവൻ അവിടെ നിന്ന് 1000ങ്ങളുടെ വയറ് നിറയാനുള്ളത് രൂപപ്പെടുത്തിയെങ്കിൽ നിങ്ങളിന്ന് ആ 1000 വയറുകളും നിറയാതിരിക്കാൻ പാകത്തിന് അവിടെ മൂടിയെടുക്കുന്നു. ശരിയല്ല. ഭാവനയാണ് ലോകം. ഭാവിച്ച് ലോകത്തെ സൃഷ്ടിച്ച സമഷ്ടി സങ്കല്പത്തിന്റെ തലങ്ങളിൽ രാമായണ ഗംഗ, അധ്യാത്മരാമായണമാകുന്ന ഗംഗ കാലാന്തരത്തിൽ ഒഴുകിയതോ ഗംഗയെന്ന് തോന്നുമാറ് നമുക്കിന്ന് ഗംഗയുമുണ്ട്. ഒരു പക്ഷെ ഇതെഴുതുമ്പോ ഉണ്ടായിരുന്നുവോ എന്ന് നമുക്കറിയില്ല. മനസ്സിലായില്ല. ഇത്രയും പ്രാധാന്യം നൽകുന്ന ഗംഗ അവൾ ഒഴുകുന്ന ഭൂമിയെ പവിത്രമാക്കുന്നു എങ്കിൽ അധ്യാത്മരാമായണ ഗംഗ ഭുവനത്രയത്തെ തന്നെ ശുദ്ധമാക്കുന്നു. ഇനിയാണ് ഫ്ലാഷ് ബാക്ക്. രാമായണം നാം കേൾക്കുന്നത് ശിവപാർവതി സംവാദ രൂപമായ ശിവപാർവതി സംവാദ രൂപമായ രാമായണം രാമാഭിഷേകം കഴിഞ്ഞുള്ള കഥയിലാണ് അവലംബിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്ലാഷ് ബാക്ക് എന്ന പദം ഞാൻ ഉപയോഗിച്ചത്. രാമായണ ആരംഭം മുതലല്ല ഈ കഥ പറയുന്നത്. രാമായണ അവസാനം മുതലാണ് പരിണാമഗുപ്തി നിലനിൽക്കുമാറ് ഈ കഥ പറയുന്നത്. ശ്രദ്ധേയമായുവാ പറയുന്നത്. കൈലാസാഗ്രേ കഥാചിത് രവിശത വിമലേ മന്ദിരേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ത്രിനയനമഭയം സേവിതം സിദ്ധസംഘൈ ദേവീം വാമാംഗ സംസ്ഥാ ഗിരിവരതനയ പാർവതീ ഭക്തി നമ്ര പ്രാഹേദം ദേവമീശം സകലമലഹരം വാക്യമാനന്ദഗന്ധം. ഇങ്ങനെയാണ് ഈ ഫ്ലാഷ് ബാക്ക് വരുന്നത്. കൈലാസാഗ്രേ കഥാചിത് രവിശതവിമലേ മന്ദിരേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ത്രിനയനമഭയം സേവിതം സിദ്ധസംഘൈ ദേവീ വാമംഗ സംസ്ഥാ ഗിരിധര തനയ പാർവതീ ഭക്തി നമ്ര പ്രാഹേദം ദേവമീശം സകലമലഹരം വാക്യമാനന്ദഗന്ധം. കഥാചിത് ഒരിക്കൽ കൈലാസാഗ്രേ രവിശതവിമലേ കൈലാസത്തിന്റെ അഗ്രത്തിൽ 100 സൂര്യന് തുല്യം വിളങ്ങുന്ന 100 സൂര്യന്മാർ ഒരുമിച്ചുദിച്ചാലുള്ള പ്രഭയോടു കൂടിയ മന്ദിരത്തിൽ രത്നപീഠത്തിൽ ഇരിക്കുന്നവനും സംവിഷ്ടം ധ്യാനനിഷ്ഠം ധ്യാനത്തിൽ ഉറച്ചിരിക്കുന്നവൻ. ഇതൊക്കെ അലങ്കാരങ്ങളാണ്. ഇതിനുള്ളിൽ ഇതൊന്നും
പ്രലോഭിപ്പിക്കാതെ ധ്യാനത്തിലിരിക്കുക. ഇതൊക്കെ പ്രലോഭിപ്പിക്കാൻ പോകുന്ന സാധനങ്ങളാണ്. ഇതൊന്നും പ്രലോഭിപ്പിക്കാതെ ഒരുത്തൻ ധ്യാനത്തിൽ ഉറച്ചിരിക്കുന്നു. 3 നേത്രങ്ങളോട് കൂടിയവൻ. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ആകുന്ന 3 നേത്രങ്ങളോട് കൂടിയവനും അഭയത്തെ നൽകുന്നവനും സിദ്ധസംഘങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവനും സേവിക്കപ്പെടുന്നവനും സിദ്ധന്മാരാൽ സിദ്ധ ഗണങ്ങളാൽ സേവിക്കപ്പെടുന്നവനും ആനന്ദകന്ധം ആനന്ദത്തിന്റെ കന്ധമായിട്ടുള്ളവനും മൂലമായിട്ടുള്ളവൻ ആനന്ദക്കിഴങ്ങായിട്ടുള്ളവനും മലയാളത്തിൽ പറഞ്ഞാൽ ദേവം പ്രകാശസ്വരൂപനുമായ ഈശ്വരനോട് അങ്ങനെ ഇരിക്കുന്ന ഒരുത്തനോട് വാമാങ്കത്തിലിരിക്കുന്നവൾ. നിങ്ങളുടെ പുസ്തകങ്ങളിൽ ഇടതു പാർശ്വത്തിലിരിക്കുന്നവൾ എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നത്. ഇടത്തെ തുടയുടെ അടുത്തിരിക്കുന്നതെന്ന് മറ്റാണ് എഴുതിയിരിക്കുന്നത്. ആ, തുടയിലിരിക്കുന്നതെന്നാണ് ആ പദം വേണ്ടത്. വാമാങ്ക സംസ്ഥ ഭാര്യയ്ക്കിരിക്കാനുള്ള സ്ഥലമാണ്. അതിനെയാണ് വാമാങ്കം എന്ന് പറയുന്നത്. ഇടതു പാർശ്വത്തിലിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ യുക്തിയുടെ ഇരിപ്പിടമായിരിക്കുന്നു. യുക്തിയും മായാവൃതമായ സങ്കല്പങ്ങളും സ്ത്രൈണമാണ്, പൗരുഷമല്ല. തെറ്റിദ്ധാരണ കൊണ്ടാണ് പുരുഷനാണ് വിവരെന്നും ഒക്കെ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നു. പുരുഷനോടുകൂടി സ്ത്രീ ചേരുമ്പോഴേ ഈ മായയെല്ലാം ഉണ്ടാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ മായയില്ല. മായയില്ലെങ്കിലോ പൂർണ്ണനുമല്ല. അല്ലെങ്കിൽ രണ്ടും ചേർന്ന് ജനിക്കണം. ഇത് കുറച്ച് പണിയാണ്. അങ്ങനെ ജനിക്കണമെങ്കിൽ പ്രാചീനരുടെ സങ്കല്പം തള്ളയ്ക്ക് ജനിക്കണം. എന്ന് പറഞ്ഞാൽ ഭർത്തൃസംയോഗമില്ലാതെ ജനിക്കണം. അങ്ങനെ ലക്ഷത്തിലൊന്നൊക്കെ ജനിക്കൂ, അല്ലാതെ ജനിക്കില്ല. ലക്ഷത്തിലൊന്നൊക്കെ അങ്ങനെ ജനിച്ചേക്കാം. അങ്ങനെയാണ് പ്രാചീന സങ്കല്പം. കൂടുതൽ പഠിക്കണ്ട, പഠിച്ചാൽ സമയമായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് തന്തയ്ക്ക് ജനിക്കുന്നതിലാണ്. അതാണ് നിങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ ചർച്ച. അതിലൊരർത്ഥവുമില്ലെന്നാണ് പ്രാചീനൻ പറയുന്നത്. കാരണം മായയിൽ ആകൃഷ്ടനാകുമ്പോഴാണ് തന്തയുണ്ടാകുന്നത്. അത് അജ്ഞാനത്തിന്റെ സന്തതിയാണ്. ആകൃഷ്ടതയില്ലാതെ ദമ്പതിക്രിയയില്ല. ദമ്പതിക്രിയയില്ലാതെ ജനിക്കുന്നത് പ്രാകൃതമാണ്, അതോ പൂർണ്ണവുമാണ്. ഇങ്ങനെയൊക്കെ ചില പഠനങ്ങളുണ്ട്. ആളാരെന്നൊക്കെ പറഞ്ഞ് പിന്നെ പോയി കഴിഞ്ഞാലൊക്കെ ഒരു രസം പോയി. നമ്മളാണോന്ന് ആലോചിച്ചു. ആണെങ്കിൽ ചേർച്ചയ്ക്ക് നമുക്ക് ആഗ്രഹങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ. മായയിൽ നിന്നുണ്ടായതേ മായയിൽ ആകൃഷ്ടമാവും. ഇതാണ് അതിന്റെ പരിണതി. അതവിടെ നിർത്താം. അത് ഒരുപാട് പോകണ്ട. ഒരുപാട് പോയാൽ
നമ്മുടെ വിഷയം വിട്ട് നമ്മൾ ഒരുപാട് ദൂരം പോകേണ്ടി വരും. എന്നാലും ഇവിടെ ഇങ്ങനൊരു സംഭവം വന്നതുകൊണ്ട് സൂചിതമാണ്. വാമംഗത്തിലിരിക്കുന്ന ആദിപിതാക്കളിൽ വാമംഗ സംസ്ഥ, വാമംഗത്തിലിരിക്കുന്നവളും. അതുകൊണ്ടാണ് അർത്ഥ നാരീശ്വര രൂപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭാര്യയെ അർത്ഥാംഗിനി എന്ന് വിളിക്കുന്നത്. പകുതി ശരീരമായി എണ്ണുന്നത് അർത്ഥാംഗിനിയാണ്. പണ്ടുള്ളവർ അങ്ങനെ പരിചയപ്പെടുത്തിയിരുന്നത്. ഇതെന്റെ അർത്ഥാംഗിനിയാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഇപ്പൊ അങ്ങനെ പരിചയപ്പെടുത്താൻ മാത്രമുള്ള ധർമ്മബന്ധം, പാരസ്പര്യം അവർ തമ്മിലില്ല. വല്ലപ്പോഴും ഒക്കെ ഇവള് ഇയാളുടെ അർത്ഥാംഗിനിയാണ്, പിന്നെ മറ്റു പലരുടെയും. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പരിചയപ്പെടുത്താനുള്ള തന്റെ ഇടം ഉണ്ടാവുക പ്രയാസമാണ്. അതോ മൂളുന്നു മുരളി തമ്മിലാണ് വിരോധം എനിക്കില്ല. അതുകൊണ്ട് വാമംഗത്തിലിരിക്കുന്നവളും ഗിരിവര തനയ ഹിമവത് പുത്രിയുമായ, അത്ര സജീവമായൊരു സങ്കല്പം. തലമുടിയും താടിയും നരച്ച് വൃദ്ധനായ ഹിമവാൻ, ആ ഹിമവാന്റെ പുത്രി ഗൗരി, അവൾ ചിലപ്പോൾ കാളിയുമാണ്. ഗൗരിയും ശ്യാമളയും കാളിയുമായി മാറുന്ന അവൾ. ഹിമവാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹിമവാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണാത്ത നിങ്ങളോട് എങ്ങനെയാ പറഞ്ഞു തരിക? ഭാവിക്കാൻ നിങ്ങൾക്കാവോ? ഇവിടെ നോക്കിയാൽ കഷ്ടിച്ച് കാണാത്രേ ഉള്ളൂ. കാരണം ബ്രഹ്മഗിരി ആണിത്. ഇത് പൊക്കം 24,000-ഓ 30,000-ഓ അടി വരുന്നില്ല. ഹിമവാൻ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 20-ഉം 22-ഉം 24-ഉം 26-ഉം ഒക്കെ 1000 അടി ഉയരത്തിലാണ്. മനസ്സിലായില്ല? അത്രയും ഉയരത്തിലാണ് തലയുയർത്തിപ്പിടിച്ച് ഹിമവാൻ നിൽക്കുന്നത്. ഭാരതത്തിന്റെ ആധ്യാത്മിക പ്രകൃതി മുഴുവൻ രൂപം പൂണ്ടു നിന്നാൽ എങ്ങനെയിരിക്കും? അതാണ് ഔപനിഷദികമായി ഹിമവാൻ. അവിടെ ഹിമവത് പുത്രിയായ പാർവതി ഋഷിയുടെ ഭാവനയ്ക്ക് എത്രത്തോളം ചിറകു വിരിക്കാം. അവിടെയാണ്, ഈ ഉയരത്തിലാണ് ഭിക്ഷുവായ ശിവനിരിക്കുന്നത്. രത്നപീഠത്തിലായിരിക്കുന്നത്, രത്നസിംഹാസനത്തിൽ, രത്നമയമായ മന്ദിരത്തിലായിരിക്കുന്നത്. ആ 100 സൂര്യന്മാരൊന്നിച്ചുദിക്കുന്ന പ്രഭയോടുകൂടിയ മന്ദിരത്തില് ഇരിക്കുന്നു. അവൻ തെണ്ടിയുമാണ്. മനസ്സിലായില്ല? ആ സങ്കല്പത്തിന്റെ വലിപ്പം, ഭാവന നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം കിട്ടും. ആ
ശിവന്റെ വാമാങ്കത്തിലിരിക്കുന്ന ഹിമവൽപുത്രിയായ പാർവതി ഭക്തിപൂർവം നമസ്കരിച്ചവളായിട്ട് സകല മലഹരം, സകല പാപത്തെയും നശിപ്പിക്കുവാൻ സമർത്ഥമായ ഇതം വാക്യം പ്രാഹ, ഈ വാക്യത്തെ പറഞ്ഞു. ഇതാണ് ഫ്ലാഷ് ബാക്കിലെ ചിത്രം. നമ്മെ ഋഷി കൂട്ടിക്കൊണ്ടുപോകുന്നത് ഹിമവൽ ശൃംഗത്തില് ഹിമധവളിതമായ ആസ്ഥാനത്തില് സമാധിസ്ഥനായിരിക്കുന്ന ശിവന്റെ സമീപത്തേക്കാണ്. അവിടെ വാമംഗസ്ഥയായ പാർവതി പറയുകയാണ്. പാർവതി വാച, പാർവതി പറഞ്ഞു. ഭാഷ മാറുകയാണ്. മുമ്പേ കവിവാക്യമാണ്. മുമ്പത്തെ ശ്ലോകം ശരിക്കും ഒരു ലിറിക്കൽ ഔട്ട്ബേഴ്സ്റ്റാണ്. കൈലാസാഗ്രേ കഥാചിത് രവിശത വിമലേ മന്ദിരേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം. അവിടെയൊക്കെ ആ പദങ്ങളുടെ ശബ്ദ രീതി ലിറിക്കൽ ഔട്ട്ബേഴ്സ്റ്റിന്റെയാണ്. ഇവിടെ പാർവതിയുടെ വിനയാന്വിതമായ ചോദ്യത്തിന്റെയാണ്. നിങ്ങൾക്കും കവികളുണ്ട്. ഇന്നും കവികളുണ്ട്. നമോസ്തുതേ ദേവ ജഗന്നിവാസ സർവാത്മദൃക്ത്വം പരമേശ്വരോസി പൃച്ഛാമി തത്വം പുരുഷോത്തമസ്യ സനാതനം ത്വം ച സനാതനോസി. മാറ്റമുണ്ടോ? മാറ്റമുണ്ടോ? ഇല്ല. മാറ്റമുണ്ടോ? മുമ്പത്തെ ശ്ലോകവും അതുകൊണ്ടാ പറഞ്ഞത് പൂജിച്ചാലും മതി. അർത്ഥമൊന്നും കേൾക്കണമെന്നില്ല. കാരണം ശബ്ദം ആന്തരിക കർണങ്ങളിൽ അർത്ഥത്തെ ഉണ്ടാക്കും. ഉദാത്തവും അനുദാത്തവും സ്വരിതവും അനുനാസികവും അനനുനാസികവും ഹ്രസ്വവും ദീർഘവും പ്ലുതവും ഒക്കെ പഠിച്ച് അക്ഷരക്കൂട്ടങ്ങളുടെ അനേക വിധങ്ങളായ മാറ്റങ്ങളെ പഠിച്ച ശബ്ദശാസ്ത്രത്തിന്റെ അനന്തകോടി ഭാവങ്ങൾ അറിഞ്ഞ നാലോ അഞ്ചോ ദിവസം നിരന്തരമായി മലയിൽ മഴ പെയ്യുമ്പോൾ അതിനിടയിൽ ഒരു മിന്നൽ കടന്നു പോകുമ്പോൾ ആ മിന്നലിനൊപ്പം വരുന്ന ഒരിടിനാദം മുഴങ്ങുമ്പോൾ രാവിലെ ഇതിന് പ്രദക്ഷിണം ചെയ്ത് താൻ ഉച്ചരിച്ച ശ്രീസൂക്തത്തിൽ നിന്ന് എപ്രകാരമാണ് ആ ഇടി ദുഷ്ടനിഗ്രഹവും സകല ബീജങ്ങളെയും പുതുതായി നിർമ്മിക്കുന്നതുമെന്ന് എഴുതിവെച്ച ആചാര്യവര്യന്റെ അനുഭൂതിയിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ ആ ശബ്ദം കെട്ടിനിൽക്കുന്ന ഭൂമിയിലെ ജലത്തിൽ ഒരു തരംഗമുണ്ടാക്കുമ്പോൾ ആ കോളമൊന്ന് ത്രസിക്കുമ്പോൾ ആ മല ഒഴുകി വരുന്ന കൂട്ടത്തിൽ ഞാനും എന്റെ സൗഭാഗ്യാതിരേകങ്ങളുമെല്ലാം എങ്ങനെ ഒഴുകി അമർന്നു പോകുന്നു എന്ന് ആധുനികന്റെ പഠനങ്ങളും പരീക്ഷണങ്ങളും അവന്റെ രക്ഷാമാർഗങ്ങളും ആ രക്ഷയ്ക്ക് അതിനെ മുൻകൂട്ടി കണ്ടെത്തുവാൻ അവൻ കെട്ടിപ്പടുത്ത ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഉൾപ്പെടെ ഒലിച്ചു പോരുമ്പോൾ ഭാവിക്കാൻ നമുക്കാവില്ല. മലയിൽ ഇടയ്ക്കിടയ്ക്ക് ഉരുളുപൊട്ടലുണ്ടാവും, കേട്ടിട്ടില്ല? ഇത് നാട്ടുകാരോടൊക്കെ ചോദിക്കുക. ഉരുള് പൊട്ടുന്നതിന് മുമ്പ് ഒരു മൂളലുണ്ടാവും, ഒരു സംഗീതം ഉണ്ടാവും. ഒരു കുഴലിൽ പല അളവിൽ വെള്ളമെടുത്ത് അതിന് മുകളിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക്
അതിനെ ഒന്ന് ത്വരിപ്പിച്ച് അതിന് മുകളിൽ പിടിക്കുമ്പോൾ കേട്ടിട്ടില്ല. ഒരിടിനാദത്തിന്റെ ആ ജലനിവാസത്തിലേക്ക് കടന്നു വരുന്നൊരു ഭാവം കൊണ്ട് ഒരു ഭൂപ്രദേശം ഒന്നാകെ തകർത്തു കൊണ്ടുപോകുവാൻ കഴിയുകയും ആ നാദവിപഞ്ചിക കൊണ്ട് തന്നെ 1000 ബീജങ്ങളെ വിത്തുകളില്ലാതെ സൃഷ്ടിക്കുവാൻ കഴിയുകയും ചെയ്യുന്നു. പൃഥ്വിയെ, ജലത്തെ, ആകാശത്തെ, വായുവിനെ, അഗ്നിയെ അഭൂതപൂർവമായൊരു സംയോഗത്തിന്റെ ഇഴചേർക്കുന്ന രംഗവേദിയിൽ പുത്തനായൊരു ജനിതക രൂപത്തെ പ്രകൃതിക്ക് ദാനം ചെയ്യാൻ കഴിയുന്ന ഒരു നാദത്തിന്റെ ഭാവചലനത്തിന് സൃഷ്ടിയും സംഹാരവും കൂട്ടിക്കൊരുക്കുവാൻ കഴിയുമെങ്കിൽ ഭാരതീയ പൗരാണികൻ ഉതിർത്ത നാദ വിപഞ്ചിക ഹൃദയാകാരത്തിലൂടൊന്ന് കടന്നുപോയാൽ മതി ഭാവചലനത്തിനെന്ന് എഴുതി വെച്ചതിന്റെ അത്ഭുതാതരങ്ങൾ. ബ്രഹ്മദേവൻ ഇത് വായിച്ചാൽ മതി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ആവോ ഉള്ളുണരുമെങ്കിൽ നാദത്തിന് ഇത്രയും സങ്കീർണങ്ങളും സനാതനങ്ങളുമായ ഭാവങ്ങളുണ്ട്. മന്ത്രശാസ്ത്രത്തിലേക്ക് കടക്കുമ്പോൾ ഇത് വളരെ പ്രകൃഷ്ടവുമാണ്. അതുകൊണ്ടത് പഠിക്കാനൊക്കെ നമ്മൾ എത്രത്തോളം പക്വമായിട്ടുണ്ട് എന്നെനിക്കറിയില്ല. എങ്കിലും തിരുനെല്ലിയുടെ നിശബ്ദമായ ക്ഷേത്രാന്തരീക്ഷത്തിലിരുന്ന് ഭാരതീയ പൗരാണികർ ഉതിർത്ത ശ്രദ്ധേയമായ രാമഹൃദയം എന്ന മന്ത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശബ്ദപ്രതിപത്തിയുടെ അനന്ത സൗഭാഗ്യങ്ങളെ അറിയാതെ കടന്നാൽ നിങ്ങളിവിടെ ഇറങ്ങിപ്പോവുക സംശയങ്ങളുടെ മാത്രം മുടിക്കെട്ടുമായിരിക്കും. അതുകൊണ്ട് ശബ്ദം എന്തെന്ത് സൗഭാഗ്യങ്ങളെ ഉണ്ടാക്കുകയില്ല. ആദ്യത്തെ ശ്ലോകം കേൾക്കുമ്പോഴും അടുത്ത ശ്ലോകം കേൾക്കുമ്പോഴും ഹിന്ദിയും ആംഗലേയവും തമിഴും തെലുങ്കുമായ പാട്ടുകളുടെ അർത്ഥവും ഗാംഭീര്യവും ഒന്നും അറിഞ്ഞിട്ടല്ല അവ വീണ്ടും വീണ്ടും ഇട്ട് നിങ്ങൾ കേൾക്കുക. ശരിയല്ല. അതിൽ ശബ്ദമല്ലാതെ നിങ്ങളെ സംബന്ധിച്ചൊന്നുമില്ല. ശരിയല്ല. ഭാഷ അറിയാത്ത ഒരുവൻ പരഭാഷയുടെ സാമീപ്യത്തെ കൊതിക്കുന്നത് ഭാഷാപ്രാവീണ്യം കൊണ്ടല്ലല്ലോ. ശരിയല്ല. പിന്നെ എന്താണ് നിങ്ങൾക്കത് തന്നത്? എന്നിട്ടും അർത്ഥമാണ് ശബ്ദത്തെക്കാൾ ശ്രേഷ്ഠമെന്ന് ധരിച്ച ചിന്ത എത്ര ബാലിശം.